So hello guys, welcome to my channel. So നമ്മൾ ഇന്ന് ഡിറ്റക്റ്റീവ് മെഹൽ അവളുടെ വീഡിയോ തോന്നുന്നു കണ്ടിട്ട് ഒരുപാട് വരച്ചിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് ചെയ്യുന്ന ഒരാൾ ഞാനായിരിക്കും ഗൈസ്. യെസ്, എനിക്ക് തോന്നുന്നു. സോ നമുക്കെന്തായാലും in the city during festival മലയാളം. മെഹുലും കോളനിയിലെ മുഴുവൻ കുട്ടികളും DJ വെച്ച് ഡാൻസ് കളിക്കുകയായിരുന്നു. അവർ പരസ്പരം കളർ പുരട്ടുകയായിരുന്നു. അപ്പോൾ അവിടേക്ക് ഒരു അങ്കിൾ വരുന്നു. ഈ അങ്കിൾ പുതുതായി ഇവിടെ വന്നതാണെന്ന് തോന്നുന്നു. വരും കുട്ടികളെ, നമുക്ക് അങ്കിളുടെ മുഖത്ത് കളർ തേക്കാം. എല്ലാ കുട്ടികളും ഒന്നൊന്നായി പോയി അങ്കിളുടെ മുഖത്ത് കളർ തേക്കാൻ തുടങ്ങുന്നു. ആദ്യത്തെ കുട്ടി അങ്കിളുടെ പുറത്ത് ബ്ലൂ കളർ തേക്കുന്നു. രണ്ടാമത്തെ കുട്ടി ബ്രൗൺ കളർ തേക്കുന്നു. മൂന്നാമത്തെ കുട്ടി പീച്ച് കളർ തേക്കുന്നു. ഇനി മെഹുലിന്റെ ഊഴമായിരുന്നു. ഈ സമയം മെഹുലിന്റെ അടുത്ത് 4 തരം നിറങ്ങൾ ഉണ്ടായിരുന്നു. ഗ്രീൻ, പിങ്ക്, ബ്ലാക്കും പിന്നെ റെഡും. എല്ലാ കുട്ടികളും ഒരേ പാറ്റേണിലാണ് അങ്കിളിനെ കളർ തേച്ചത്. അപ്പോൾ ലോജിക്കൽ ആർമി ചിന്തിക്കും. എന്നിട്ട് എന്നോട് പറയൂ, മെഹുൽ അടുത്ത് ഏത് കളർ തിരഞ്ഞെടുക്കുമെന്ന്. എന്നിട്ട് നിങ്ങളുടെ ഉത്തരം കമന്റായി പറയൂ. അതായത് ആദ്യത്തെ പുള്ള ബ്ലൂ കളറിലുള്ളത് തേച്ചു. പിന്നീട് ഇതേത് മരത്തിന്റെ കളർ ആരെടുത്ത് തേച്ചു. പിന്നീട് ഒരു കാക്ക തൂറിയ കളർ എടുത്ത് തേച്ചു. അയ്യോ, ആ വെള്ള ചട്ടയാരൻ കരടോള ബാക്കിയെല്ലാരും ഇരിക്കുക ഇരിക്കുന്നോ. ഇവിടെ മെവിൻ്റെ കയ്യിലില്ല. ബ്ലാക്ക് ഞാൻ ബ്ലാക്കാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് കമന്റ് ചെയ്യാം. ഇതിന്റെ ഉത്തരം നോക്കാം. ശ്രദ്ധിച്ചു നോക്കി. എല്ലാ കുട്ടികളും അങ്കിളുടെ പുറത്ത് ബി വെച്ച് തുടങ്ങുന്ന ഏത് കളറാണോ അതാണ് തേച്ചത്. അതുകൊണ്ട് മെഹുൽ അങ്കിളുടെ പുറത്ത് ബ്ലാക്ക് കളർ തേക്കും. ഇത് കഴിഞ്ഞ് മെഹുൽ എന്നിട്ട് വീണ്ടും കുട്ടികളുടെ കൂടെ DJ വെച്ച് ഡാൻസ് കളിക്കുന്നു. അപ്പോൾ മെഹുലിന്റെ ഒരു ഫോൺ വരും. അയാൾക്ക് വിവരം കിട്ടുന്നു. നഗർ കോളനിയിൽ നിറങ്ങളുടെ മഹോത്സവം നടക്കുകയായിരുന്നു. അതേസമയം അവിടെ ഒരു വീട്ടിൽ ലക്ഷങ്ങളോളം രൂപ വിലയുള്ള ആഭരണങ്ങൾ മോഷണം പോയെന്ന് മെഹുൽ പെട്ടെന്ന് തന്റെ കാറിൽ അവിടെ നിന്ന് പോകുന്നു. എന്നിട്ട് ഗൗതം നഗറിലെത്തുന്നു. അവിടെ ശർമാജിയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. പറയൂ ശർമാജി, നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണ് മോഷണം നടന്നത്? അപ്പോൾ ശർമാജി ആഘോഷിക്കുകയായിരുന്നു. വീട്ടിലും ഒരുപാട് ഗസ്റ്റുകൾ ഉണ്ടായിരുന്നുവെന്ന്. അങ്ങനെ ഇരിക്കെ അദ്ദേഹം അകത്ത് ചെന്നപ്പോൾ അലമാര തുറന്നു കിടക്കുന്നത് കണ്ടു. മാത്രമല്ല എല്ലാ സാധനങ്ങളും മോഷണവും പോയിരുന്നു. തീർച്ചയായും വീട്ടിൽ ഏതെങ്കിലും ഒരാൾ കള്ളന്മാരുമായി ചേർന്നിട്ടുണ്ടാകും. ആ സമയം ശർമാജിയുടെ വീട്ടിൽ 3 വേലക്കാരുണ്ടായിരുന്നു. 3 വേലക്കാരെയും ചോദ്യം ചെയ്യുന്നു. ആദ്യത്തെ വേലക്കാരൻ പറയുന്നു, ഞാൻ കിച്ചണിൽ രസഗുള എടുക്കാൻ പോയതാ. ഇവിടുത്തെ ചേച്ചി ഗസ്റ്റുകൾക്ക് വേണ്ടി രസഗുള കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. രണ്ടാമത്തെ വേലക്കാരൻ പറയുന്നു, എല്ലാവരും ഹോളി ആഘോഷിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഡാൻസ് കളിക്കുകയായിരുന്നു. കൂട്ടത്തിൽ വീഡിയോ റെക്കോർഡിംഗും ചെയ്യുമായിരുന്നു. ഇതാ നോക്ക്, മുഴുവൻ റെക്കോർഡിംഗും. മൂന്നാമത്തെ വേലക്കാരൻ പറയുന്നു, സർ ഇതല്ല അതായത് ആ ഡാൻസ് കളിക്കുമ്പോ വീഡിയോ എടുത്തില്ലേ, അതിലെടുത്ത് എനിക്ക് കളറുകളോട് അലർജിയാണ്. അതുകൊണ്ട് ഞാൻ ബാത്റൂമിൽ കുളിക്കാൻ പോയതാണ്. 3 പേരുടെയും മനസ്സിലാകുന്നു ആരാണ് കള്ളം പറഞ്ഞതെന്ന്. എന്താ ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് പറയാനാകുമോ ആരാ കള്ളം പറഞ്ഞതെന്ന്? ഇവൻ പറയുന്നു രസഗുളി എടുക്കാൻ പോയതാണ്. നോക്കി ആരാ രസഗുളി എടുക്കാൻ പറഞ്ഞ അതുകൊണ്ട് ഇവൻ വീഡിയോ എടുക്കണമെന്നും പറഞ്ഞു. അതിന് തെളിവ് വരെയുണ്ട്. ബട്ട് ഇവൻ കുളിക്കാൻ പോകുന്നല്ലോ പറഞ്ഞ. എന്നിട്ട് ഇവൻ്റെ മേത്ത് എപ്പോഴും പെയിനുണ്ടല്ലോ. ബുദ്ധിമാൻ അത് കറക്റ്റാണോ നോക്കട്ടെ. ബുദ്ധിമാൻ. സോ ഞാൻ പറയുന്നു 3 പഠിച്ചോനെ ശരിയാണ്. ഞാനെന്നീ കണ്ടിട്ടില്ല. മൂന്നാമത്തെ വേലക്കാരനാണ് കള്ളം പറഞ്ഞത്. കാരണം അയാൾ ബാത്റൂമിൽ നമ്മളൊക്കെ എന്ത് ഇങ്ങനെ
ഡയലോടിക്കണമെന്നുള്ള അടുത്ത് വരുമ്പോ കുളിക്കാൻ പോയതാണെങ്കിൽ ഇപ്പോഴും അയാളുടെ ദേഹത്തും തലയിലും എങ്ങനെയാണ് നിറങ്ങളുള്ളത്? ഇതിനർത്ഥം അയാൾ കള്ളം പറയുകയാണ്. മെഹുൽ അയാളെ പിടിക്കുന്നു, എന്നിട്ട് അയാളെ ചോദ്യം ചെയ്യുന്നു. അപ്പോൾ അയാൾ പറയുന്നു, 3 അപരിചിതരായ ആൾക്കാർ ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ ഹോളി ആഘോഷിക്കാൻ വന്നിരുന്നു. എന്നിട്ട് വീടിന്റെ ഉള്ളിൽ ബാത്റൂമിൽ എന്തോ പ്ലാനിങ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ശർമാജിയുടെ അകന്ന ബന്ധുക്കളാണെന്ന്. അവർ കാണാൻ എങ്ങനെയിരുന്നു? എന്തായാലും നീ അവരുടെ മുഖമുറപ്പായും കണ്ടു കാണാൻ പറയും മനുഷ്യനെ പോലെ ഇരുന്നു. അതായത് മുഖം ഇങ്ങനെയായിരുന്നു ഒറ്റന് താടി ഉണ്ട്, മീശയുണ്ട്, പൊട്ടനായിരുന്നു. അതുകൊണ്ട് ആരെയും നേരെ മനസ്സിലാകുന്നില്ലായിരുന്നു. ഞാൻ വല്ലാതെ പേടിച്ചുപോയി. അതിന്റെ പരിഭ്രമത്തിൽ ഞാൻ കള്ളം പറഞ്ഞു പോയി. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. ഇതിനർത്ഥം കള്ളന്മാർ മുഖത്ത് കളർ തേച്ച് മോഷണം നടത്തിയിട്ട് പോയി. അപ്പോൾ മെഹുലിന് അടുത്തൊരു കോളും വരുന്നു. JK കോളനിയിലും ഇതുപോലൊരു വലിയ മോഷണം നടന്നുവെന്ന്. മെഹുൽ പെട്ടെന്ന് തന്റെ കാറിൽ JK കോളനിയിലേക്ക് എത്തുന്നു. അവിടെ ഒരുപാട് തരത്തിലുള്ള നിറങ്ങൾ താഴെ ഓൾഡ് വീഡിയോ ആണ്. അത് പണ്ടത്തെ വീഡിയോ ആണ് ഞാൻ ഇപ്പൊ എടുത്ത് കാണുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ വീഡിയോ എന്ന് വെച്ചാൽ ടെക്നോളജി വെച്ചിട്ടാണ് ഇവൻ ചെയ്യുന്നത്. സോ അതുകൊണ്ട് എനിക്ക് അത്ര വലിയ ബ്രെയിനൊന്നും ഇല്ല. സോ അതുകൊണ്ടാണ് ഞാൻ ഇത്ര പഴയതെടുത്തത്. ഇത് ഏതാണ്ട് എത്ര വർഷം, ഏതാണ്ടൊരു 2 ഒന്നും കാണിക്കുള്ളൂ. 3 ഇയർ ആയിട്ടുള്ളൂ. 3 വർഷം. അത് 2023 അപ്പോട്ട വീഡിയോ ആണ്. എനിക്ക് തോന്നുന്നു മോഷണം നടന്നതിന് ശേഷം എല്ലാവരുടെയും മൂഡ് പോയത്. മെഹുൽ കാറിൽ നിന്നും താഴെ ഇറങ്ങുന്നു, എന്നിട്ട് വീടിന്റെ ഉള്ളിലേക്ക് പോകുന്നു. അവിടെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ഞാൻ ഡിറ്റക്റ്റീവ് മെഹുലാണ്. എനിക്ക് മുഴുവൻ ഇൻഫർമേഷൻസ് വേണം. എങ്ങനെയാണ് മോഷണം നടന്നത്? അപ്പോൾ എല്ലാവരും ഹോളി ആഘോഷിച്ചു. അയാള് ചെന്ന് പറഞ്ഞ കള്ളനത് അവിടെ ചെന്ന് മോഷ്ടിക്കാൻ. ഇവിടെ പിന്നെ മോഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അറിയാണ്ട് ചെയ്യണ പരിപാടിയില്ലേ. എന്നിട്ട് എങ്ങനെ രണ്ട് മക്കളെ അങ്ങനെയാണോ നടന്നത്? പിന്നെ ഇപ്പൊ അന്വേഷിച്ച് കണ്ടുപിടിച്ച് തരാന്നുള്ള ഭാഗത്തിലാണ് മെഹുൽ ഉണ്ടാക്കാൻ വന്നത്. ഇങ്ങനെ നീന്താൻ പോണം. 2 ലക്ഷം രൂപ മോഷണം പോയതെന്ന് മെഹുൽ മുറിയിൽ പോയി മോഷണം നടന്ന അലമാര നോക്കുന്നു. അത് കണ്ട് ഞെട്ടിപ്പോകും. മെഹുൽ അലമാര കണ്ടിട്ട് എന്തിനാണ് ഞെട്ടിയത്? ചിന്തിക്കൂ. സാധാരണ കള്ളന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അലമാര സാധനങ്ങൾ തട്ടിപ്പറിച്ചിടാറില്ല. പക്ഷേ മെഹുലിന്റെ ഡ്യൂപ്ലിക്കേറ്റ്. അതുകൊണ്ട് തന്നെ തട്ടിപ്പറിച്ചിടാത്ത കുറവെന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്കറിയാമായിരിക്കും. ആദ്യം തന്നെ അലമാരയിലേക്ക് നോക്കും. ചാവി അതിൽ തന്നെ ഉണ്ടായിരുന്നു. രണ്ടാമത് അലമാരയിലെ തുണികളും ബാക്കി സാധനങ്ങളും അതാത് സ്ഥലത്ത് തന്നെയായിരുന്നു. കള്ളൻ പൈസ ചിതറിക്കിടക്കണമായിരുന്നു. ചാവിയുടെ ഫിംഗർ പ്രിന്റ് ചെക്ക് ചെയ്യുന്നു. അതിൽ മെഹുലിന്റെ ഉടമസ്ഥയുടെ ഫിംഗർ പ്രിന്റ് മാത്രമാണ് കിട്ടുന്നത്. അപ്പോൾ ഉടമസ്ഥ പറയുന്നു, ഓ നോ, അലമാര ഞാൻ അങ്ങനെ ഇട്ടിട്ട് പോയതാണ്. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. നിങ്ങളുടെ വീട്ടിൽ CCTV ക്യാമറ വെച്ചിട്ടുണ്ടാകണമല്ലോ. എനിക്ക് അതിന്റെ ഫുട്ടേജസും നോക്കണം. ഇതിനുശേഷം മെഹുൽ മംതാജിയുടെ വീടിനകത്തേക്ക് പോകുന്നു. എന്നിട്ട് CCTV ഫുട്ടേജസ് ചെക്ക് ചെയ്യുന്നു. ഫുട്ടേജിൽ മെഹുലിന്റെ വീടിന്റെ അകത്ത് പോകുന്ന 3 ആൾക്കാരെ കാണാമായിരുന്നു. കുറച്ചു നേരത്തിന് ശേഷം ഒരവസരം കിട്ടിയതും അവർ മംതാജിയുടെ മുറിയിലേക്ക് പോകുന്നു. അവരുടെ കയ്യിൽ ഒരു ന്യൂസ് പേപ്പർ ഉണ്ടായിരുന്നു. ഇതിന്റെ അകത്ത് അവർ എന്തോ ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ 3 ആൾക്കാരും ഹോളി സമയങ്ങളിലെ കള്ളന്മാരാണ്. ഇവർ 3 പേരും തന്നെയാണ് ഗൗതം നഗറിൽ മോഷണം നടത്തിയത്. ലോജിക്കൽ ആർമി ഇത്രയും കോൺഫിഡൻസോടെ എങ്ങനെ പറഞ്ഞു ഈ 3 പേരും തന്നെയാണ് കള്ളന്മാരെന്ന്? ന്യൂസ് പേപ്പറിന്റെ അകത്ത് എന്താണെന്ന് ആർക്കും അറിയാത്ത സ്ഥിതിക്ക് ചിന്തിക്കൂ. ആ ഗൗതം നഗറിൽ അവൻ പറഞ്ഞായിരുന്നു ഇവന്റെ മോൻ പെയിന്റ് അടിച്ച് ആരൊക്കെ തുട്ടി വിട്ടേക്കാണ്. സോ ഈ 3 കുരിപ്പിന്റെ മോന്തയിൽ പെയിന്റ് ഉണ്ട്. ഇമ്മ പെയിന്റ് പണിക്കണോ? എന്തായാലും കുഴപ്പമില്ല. ഇവന്മാരതിന് പണി വെക്കുന്നത് അതാണ് ഇവിടെ ആരും തന്നെ കളർ വെച്ച് കളിച്ചിട്ടില്ലായിരുന്നു. ഉടമസ്ഥനെയും വേലക്കാരനെയും ബാക്കിയുള്ളവരെയും എല്ലാവരെയും നോക്കും. എന്നാൽ ഇവർ 3 പേരും കളറിലായിരുന്നു. എന്ന് വെച്ചാൽ അവർ പുറത്തു നിന്നും വന്നവരാണ്. ഇവർ അതേ 3 പേരാണ്. ഞാൻ എന്തെങ്കിലും ചെയ്ത് ഈ 3 ഹോളിയിലെയും കള്ളന്മാരെ പിടിക്കണം. പക്ഷേ മെഹുൽ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നതിന് മുൻപ് തന്നെ മെഹുലിന് അയോധ്യ നഗറിൽ നിന്നും ഫോൺ വരും. ഹോളി ആഘോഷങ്ങൾക്കിടെ മോഷണം നടന്നുവെന്ന് അയാൾക്ക് മനസ്സിലാകുന്നു. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. ഹോളി സമയത്ത് കള്ളന്മാർ ഹോളിയുടെ ഞാൻ ബുദ്ധിയോടെ പെരുമാറേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ ഈ കള്ളന്മാരെ പിടിക്കാൻ വലിയ ബുദ്ധിമുട്ടാകും. മെഹുൽ പെട്ടെന്ന് അയോധ്യ നഗറിലെത്തുന്നു. അവിടെ രാജേഷിന്റെ വീട്ടിലാണ് രാജേഷ് അങ്കിൾ എങ്ങനെ മോഷണം നടന്നുവെന്ന് അങ്കിൾ ജി പറയുന്നു. ഞങ്ങളുടെ വീട്ടിൽ 3 പേർ വന്നിരുന്നു. അവരുടെ കളർ തേച്ചിട്ടുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. എന്നിട്ട് അവർ എന്നോട് പറഞ്ഞു അവർ പ്രിൻസിന്റെ സുഹൃത്തുക്കളാണെന്ന്. എന്റെ മകൻ പ്രിൻസ് കോളേജിൽ പഠിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് തോന്നി ആ ആളുകൾ പ്രിൻസിന്റെ കോളേജിലെ സുഹൃത്തുക്കളായിരിക്കുമെന്ന്. അപ്പോ ഞാൻ അവരെ വീടിന്റെ ഉള്ളിലേക്ക് പറഞ്ഞു വിട്ടു. പിന്നെ പുറത്തു പോയി ഹോളി ഈ കള്ളന്മാർ ശരിക്കും ഇന്റലിജന്റ് ആണ്. മോഷ്ടിക്കാൻ പോകുന്ന വീടിന്റെ ഫുൾ ബയോഡാറ്റയും ഇവരുടെ കയ്യിലുണ്ട്. ഇതിനുശേഷം മെഹുൽ പെട്ടെന്ന് തന്റെ കാറിൽ പോകുന്നു. എന്നിട്ട് അയാളുടെ ലാപ്ടോപ്പ് എടുത്ത് ഒരു മാപ്പ് തയ്യാറാക്കും. അതിനുശേഷം JK കോളനി, പിന്നെ അയോധ്യ നഗർ. മെഹുൽ കുറച്ച് സമയത്തിനുള്ളിൽ ഒരു മാപ്പ് തയ്യാറാക്കും. എന്നിട്ട് അയാൾക്ക് മനസ്സിലാകുന്നു അടുത്ത മോഷണം എവിടെ നടക്കുമെന്ന്. ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് ഈ ഏരിയ കണ്ടിട്ട് പറയാനാകുമോ അടുത്ത മോഷണം എവിടെ നടക്കുമെന്ന്? ചിന്തിക്കൂ. എന്നിട്ട് നിങ്ങൾ ആൻസർ കമന്റ് ആയി പറയൂ. നിക്കടോ ടൈം കളയല്ലേ. ഒരു പാറ്റേണിൽ എന്നാലും ഞാനൊരു OUT get from OUT out get out from this game. One. മാപ്പിനെ ശ്രദ്ധിച്ചു നോക്കി. അയ്യാ നിക്ക്. മാപ്പിനെ ശ്രദ്ധിച്ചു നോക്കി. ഗൗതം നഗറിന്റെ തൊട്ടടുത്ത് JK കോളനി ആയിരുന്നു. പിന്നെ JK കോളനിയുടെ തൊട്ടടുത്ത് അയോധ്യ കോളനിയും. എന്ന് വെച്ചാൽ കള്ളന്മാർ ഈ കോളനിയുടെ അടുത്ത കോളനിയിലാണ് മോഷണം ചെയ്യാൻ പോകുന്നത്. ഇനി അയോധ്യ നഗറിന്റെ അടുത്തുള്ളത് ഗാന്ധിനഗറാണ്. ഇതിനർത്ഥം അവരിനി ഗാന്ധിനഗർ കോളനിയിൽ മോഷണം ചെയ്യാൻ പോവുകയാണ്. ഗാന്ധിനഗർ കോളനിയിൽ നിന്നും സിറ്റിയുടെ പുറത്തേക്ക് പോകുവാനുള്ള വഴിയുണ്ട്. അപ്പോൾ അവർ രക്ഷപ്പെടുവാനുള്ള തയ്യാറെടുപ്പും ചെയ്തു കാണും. എനിക്ക് നീ ഗാന്ധിനഗർ അടയാളപ്പെടുത്തില്ലല്ലോ. തന്റെ കാർ ഓടിക്കുന്നു. എന്നിട്ട് ഗാന്ധിനഗർ കോളനിയിലെത്തുന്നു. ഗാന്ധിനഗർ കോളനിയിൽ സേഠിയുടെ വീടിന്റെ പുറത്ത് ഭയങ്കര ആരവമായിരുന്നു. എല്ലാവരും സ്വീറ്റ്സ് കഴിക്കുകയായിരുന്നു. എല്ലാവരുടെ പുറത്തും ഒഴിക്കുന്നുണ്ടായിരുന്നു. സേഠിയുടെ വീട്ടിൽ മോഷ്ടിക്കാൻ എന്തായാലും വരും. കാരണം ഇവിടെ നല്ല തിരക്കുണ്ടല്ലോ. മെഹുൽ തന്റെ വണ്ടി ഒരു മരത്തിന്റെ കീഴെ നിർത്തുന്നു. എന്നിട്ട് സ്വന്തം മുഖത്തും കളർ തേക്കുന്നു. ശേഷം മെഹുൽ സേഠിയുടെ വീടിന്റെ അകത്തേക്ക് പോകുന്നു. എന്നിട്ട് പാത്രത്തിൽ നിന്നും കളർ എടുത്ത് ഡാൻസ് ചെയ്യാൻ തുടങ്ങും. കുറച്ചു നേരം കഴിഞ്ഞ് മെഹുലിന്റെ സേഠിയുടെ വീടിന്റെ അകത്തേക്ക് 4 പേർ പോകുന്നത് കാണാമായിരുന്നു. മെഹുലിന് പെട്ടെന്ന് തന്നെ മനസ്സിലാകുന്നു ഇവരിൽ ഒരാൾ കള്ളനായിരിക്കുമെന്ന്. ലോജിക്കൽ ആർമി, മെഹുലിന് എന്തുകൊണ്ടായിരിക്കും ആ 4 പേരിൽ ഒരാൾ കള്ളനായിരിക്കുമെന്ന് തോന്നിയത്? ചിന്തിക്കും. എന്നിട്ട് നിങ്ങളുടെ ഉത്തരം കമന്റായി പറയൂ. നോക്കിക്കേ, 4 പേരുടെ മുഖത്തും കളർ തേച്ചിട്ടുണ്ട്. പക്ഷെ മൂന്നാമത്തെ ആളെ ശ്രദ്ധയോടെ നോക്കി അയാളുടെ തലയിലും തുണിയിലും യെല്ലോ കളറാണ് തേച്ചിട്ടുള്ളത്. പക്ഷെ സേഠിയുടെ അവിടെ ഹോളി ആഘോഷിക്കുന്നവരിൽ ആരിലും യെല്ലോ കളർ വെച്ചിട്ടില്ലായിരുന്നു. ഇതിനർത്ഥം ഈ ആൾ ഈയിടെ പുറത്തു നിന്നും വന്നതാണ്. മാത്രമല്ല അയാൾ തന്റെ മുഖത്ത് കളർ തേച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആരും അയാളെ തിരിച്ചറിയാതിരിക്കുവാനായി തീർച്ചയായും ഇയാളായിരിക്കും കള്ളൻ. മെഹുൽ ഒളിച്ചും പാത്തും അയാളെ പിന്തുടരുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് അയാളുടെ കൂടെയുള്ള 2 കൂട്ടുകാരും വീടിന്റെ ഉള്ളിലേക്ക് പോകുന്നു. ഇതിനുശേഷം മെഹുൽ വേറെ 5 ആളുകൾക്ക് പതിയെ ഈ ഇൻഫർമേഷൻ കൊടുക്കുന്നു. അവരെല്ലാവരും ചേർന്ന് ഓൺ ദ സ്പോട്ടിൽ തന്നെ 3 കള്ളന്മാരെയും പിടികൂടുന്നു. 3 കള്ളന്മാരെയും ചോദ്യം ചെയ്ത മോഷണത്തിന്റെ മുതലും അവരിൽ നിന്ന് കണ്ടെടുക്കുന്നു. എന്നിട്ട് ഏൽപ്പിക്കുന്നു. കേസ് സോൾവ്ഡ്. ഡിറ്റക്റ്റീവ് മെഹുൽ റോക്സ്. ഡിറ്റക്റ്റീവ് മേലല്ല, ഞാനാണ് റോസ്. അല്ല റോസ്. ഏതൊക്കെ മൂടും. അത് പിന്നെ എനിക്ക് തരേണ്ടതെന്ന് വെച്ചാൽ ഇച്ചിരി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. ഇത്രയൊക്കെ മതി ഗൈസ്. അതാണ് എനിക്ക്. ഗൈസ് എല്ലാവർക്കും ഒരു ബിഗ് ടൈംസ് ഉണ്ട്. നമ്മുടെ ചാനലിൽ 2 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അതെൻ്റെ ഹാപ്പിനെസ്സാണ്. നിങ്ങൾ വിചാരിച്ച 1 മില്യൺ 100K എങ്കിലും നിങ്ങൾ വിചാരിച്ചാൽ അടിക്കാൻ പറ്റും. പ്ലീസ് അടിക്കുക. എന്താണ് നിങ്ങൾക്ക് വേണ്ടി ഇത്ര കഷ്ടപ്പെട്ടൊക്കെ വീഡിയോ കൊടുക്കണില്ല, അത് എഡിറ്റ് ചെയ്ത് കൊടുക്കും. സോ എന്തായാലും നമ്മുടെ പുതിയൊരു വീഡിയോ എടുക്കുന്നവരെല്ലാവർക്കും ബൈ. പോണം.